എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റീഡേഴ്സ് കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നവമാധ്യമങ്ങളിലെ എഴുത്തുകളിലൂടെ ജനശ്രദ്ധ നേടിയ അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകമാണ് ഇന്ന് റീഡേഴ്സ് കോർണറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 31 പതിപ്പുകൾ പിന്നിട്ട് 2 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ DC ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. പലതരം വായനക്കാരെ ഒരേ സമയം സംതൃപ്തിപ്പെടുത്താനും എന്നാൽ ഇനിയൊന്ന് വായിച്ചു തുടങ്ങാം എന്ന് ചിന്തിക്കുന്ന വായനക്കാർക്കും കൂടി വേണ്ടിയാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നോവലിൻ്റെ ആമുഖത്തിൽ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം വായനക്കാർക്കായി കരുതി വച്ചിരിക്കുന്ന സസ്പെൻസുകൾ ഒന്നും ഞാൻ പുറത്തുവിടുന്നില്ല. അത് നിങ്ങൾ വായിച്ചു തന്നെ അറിയുക. അത്യത്ഭുതം എന്ന് തോന്നാവുന്ന കഥാസാഹചര്യങ്ങൾ അങ്ങനെയില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മൾ കേട്ടുമറന്ന കണ്ടുമറന്ന കഥകളൊക്കെയാണെങ്കിലും അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി പുതുമയുള്ളതാണ്. അതുതന്നെയാണ് ഈ നോവലിന് ഇത്രയധികം ആരാധകരുണ്ടാകാൻ കാരണവും. കരിമീൻ തൻ്റെ ഇണയെ കാത്തിരിക്കുന്നത് പോലെ ഒരു കടൽ ദൂരത്തിനിപ്പുറം ആനന്ദിക്കായി കാത്തിരിക്കുന്ന റാമിൻ്റെ കത്ത് കണ്ണു നനയാതെ നമുക്ക് വായിക്കാൻ കഴിയുകയില്ല. ചെന്നൈ നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എവിടെ നിന്നോ വന്ന് ഒരു സൗഹൃദ കുടക്കീഴിൽ അണിനിരന്നവരാണ് റാമും ആനന്ദിയും രേഷ്മയും വെട്രിയും പാട്ടിയുമൊക്കെ. ഈ നോവലിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം മല്ലിയാണ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ പറയാതെ പോകുന്ന, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത വേദനകളും ചൂഷണങ്ങളും ഒക്കെ പറയുന്ന കഥ. മല്ലി ഇപ്പോഴും ഈ വായനയ്ക്കിപ്പുറവും ഒരു വേദനയായി തന്നെ മനസ്സിൽ തുടരുകയാണ്. അവളുടെ നെഞ്ചിലേറ്റ പാട് എൻ്റെ ഹൃദയത്തിൽ കൂടിയാണ് പതിഞ്ഞതെന്ന് എനിക്ക് തോന്നി. റാമും മല്ലിയും തമ്മിലുള്ള പറഞ്ഞറിയിക്കാനാകാത്ത ഒരു സൗഹൃദം. ഈ ബെഞ്ചിലെങ്കിലും നിൻ്റെ പേരിനൊപ്പം ഞാൻ ഇരുന്നോട്ടെ എന്ന് പറയുന്നിടത്ത് കണ്ണു നനയാതെ ആ ഭാഗങ്ങളൊന്നും വായനക്കാരന് വായിച്ചു തീർക്കാൻ കഴിയുകയില്ല. കാത്തിരിപ്പിൻ്റെ, സ്നേഹബന്ധത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, പ്രണയത്തിൻ്റെ കഥ പറയുന്ന റാം കെയർ ഓഫ് ആനന്ദി വായിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.